ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ കണ്ണ് തുറന്നപ്പോൾ ചുറ്റും ജഡങ്ങളിങ്ങനെ ജീവനില്ലാത്ത ജഡങ്ങൾ കിടക്കുന്നു എന്നാണ്. ആ മനുഷ്യൻ വിൻഡോ ഗ്ലാസ്സിലൂടെ ആ മനുഷ്യൻ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ആ ഒരു സമയത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇന്ന് ഉച്ചയോടെ നമ്മൾ കേട്ട വലിയ ഞെട്ടിക്കുന്നൊരു വാർത്ത, 242 ആളുകളെ വഹിച്ചുകൊണ്ട് പറന്നുയർന്ന വിമാനം അത് നിലംപതിച്ച് പൊട്ടിത്തെറിച്ച് അത് കത്തി ആളിയിട്ട് അതിലുള്ള 242 ആളുകളും മരണപ്പെട്ടു എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മാധ്യമങ്ങളിൽ ഒരു വീഡിയോ കണ്ടത്. ഒരു മനുഷ്യനുണ്ട്, മുഖത്തും ശരീരത്തിലുമൊക്കെ ഒരുപാട് മുറിവുകളേറ്റുകൊണ്ട് ആ മനുഷ്യൻ ഇറങ്ങി ഓടുന്ന ഒരു രംഗം. അയാൾ ഒരുപാട് ആളുകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ അയാളുടെ കൂടെ കൂടിയിട്ടുണ്ട്. ആ 242 ആളുകളിൽ നിന്ന് ആ മനുഷ്യൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന വലിയ സന്തോഷമുളവാക്കുന്ന ഒരു വാർത്ത. ഇത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും ചോദിക്കും, എല്ലാവരും മരിച്ചോ എന്ന്. എന്നാൽ അത്ഭുതകരമായിട്ട് ഒരു മനുഷ്യൻ മാത്രം രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പോലും പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ കണ്ണ് തുറന്നപ്പോൾ ചുറ്റും ജഡങ്ങളിങ്ങനെ ജീവനില്ലാത്ത ജഡങ്ങൾ കിടക്കുന്നു എന്നാണ്. ആ മനുഷ്യൻ വിൻഡോ ഗ്ലാസ്സിലൂടെ ആ മനുഷ്യൻ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ആ ഒരു സമയത്ത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? അള്ളാഹു ഒരു മനുഷ്യന് ആയുസ് നീട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കാൻ അള്ളാഹു ഒരു സമയത്ത് കണക്കാക്കിയിട്ടില്ലെങ്കിൽ, എത്ര വലിയ അപകടം നടന്നാലും ആ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങൂല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ മനുഷ്യൻ്റെ ഈ ഒരു രക്ഷപ്പെടൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ? ഈ ഒരു അപകടത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ കരച്ചിൽ ഞാൻ കേട്ടു. അമ്മയെ നഷ്ടപ്പെട്ട് അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് ആ പൈതൽ കിടന്നിട്ട് പൊട്ടിക്കരയാണ്. കാരണം ആ കുട്ടിയുടെ അമ്മ ആ ഒരു വിമാനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ കത്തി അമർന്നതിൽ ആ കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു. അവരുടെ പേര് രഞ്ജിത എന്നാണ്. തിരുവല്ലയിലാണ് വീട്. 7ലും അതുപോലെ വേറൊരു ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ചുടുചുംബനം കൊടുത്തിട്ട് ഫ്ലൈറ്റിലേക്ക് കയറിയിട്ട് യാത്ര തിരിച്ച ആ ഒരു സഹോദരി, ഒരുപാട് സ്വപ്നങ്ങളുണ്ടത്രേ. വീട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടത്രേ. അത് പൂർത്തിയാക്കേണ്ടത് ഈ ലണ്ടനിൽ പോയിട്ട് നൈസായി ജോലി ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച ആ ഒരു സഹോദരി, പടച്ച റബ്ബേ, സഹിക്കാൻ കഴിയാത്തത് ആ ഒരു സഹോദരിയുടെ കുട്ടിയുടെ വീഡിയോയാണ്. വിമാനം തകർന്ന വാർത്ത അറിഞ്ഞു ഞെട്ടിത്തെരിച്ചപ്പോഴും അവരൊക്കെ വിചാരിച്ചിരുന്നത് എൻ്റെ കുട്ടി രക്ഷപ്പെടുമെന്നാണ്. പക്ഷേ ആ ഒരു വാർത്ത അവരെ കാതുകളിലേക്കെത്തി. മുഴുവൻ ആളുകളും 242 ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ആ വാർത്ത കേട്ടത് മുതൽ പൊട്ടിക്കരയാണ് ആ ഒരു പിഞ്ച് പൈതൽ. യാ അല്ലാഹ്, സ്വന്തം മാതാവ് മരണപ്പെട്ടു എന്നൊരു വാർത്ത കരിഞ്ഞു കിടക്കുന്ന ആ ഒരു സഹോദരിയുടെ ചേതനേറ്റ ശരീരം മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ എത്ര വേദന ഉണ്ടാവുമെന്നറിയോ? പടച്ച റബ്ബ് ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളിവിടെ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു അപകടം നടക്കുന്നതിന് മുമ്പ് ആരോ ഒരാൾ പകർത്തിയ ഒരു വീഡിയോ ആണ്. അതിലയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ആ ഒരു വിമാനത്തിനുണ്ടത്രേ. അതായത് പ്രോപ്പറായിട്ട് AC വർക്കാകുന്നില്ല, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ അല്പസമയം എടുത്ത വീഡിയോയാണ്. ആ ഒരു വിമാനത്തിനെ കുറിച്ചിട്ട് പരക്കെ ആക്ഷേപങ്ങളാണ് പരന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല രൂപത്തിൽ പ്രവർത്തിക്കാത്ത ഒരു വിമാനമാണത്രേ അത്. അതിൽ കയറി കഴിഞ്ഞാൽ അപകടം പോലും ഉണ്ടാകുമെന്നുള്ള രൂപത്തിലുള്ള ന്യൂസുകളൊക്കെ കാണാൻ കഴിഞ്ഞു. യാ അല്ലാഹ്, ആ ഒരു വിമാനമാണ് ആകാശത്തിലൂടെ ഉയർന്ന് പൊന്തിയിട്ട് ലണ്ടനിലേക്ക് അഹമ്മദാബാദിൽ നിന്ന് യാത്ര തിരിച്ചത്. ഇങ്ങനെയാണ് അവർക്ക് ആ ഒരു വിമാനം ഉയർത്താൻ തോന്നിയത് എന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. കാരണം
എത്ര ആളുകളുടെ ജീവനാണ് ആ ഒരു വിമാനത്തിലുള്ളത്. ആ വിമാനത്തിന് പ്രോപ്പറായിട്ടുള്ള സുരക്ഷ നൽകാൻ കഴിയില്ല എങ്കിൽ എങ്ങനെയാണ് ആ ഒരു വിമാനത്തിനെ ഉയർത്തുന്നത് എന്നുകൂടി നമ്മൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ടൊക്കെ ആകാം ഉയർത്തി കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ ആ ഒരു വിമാനം ഒരു സ്കൂളിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചിറങ്ങുകയും ആ സ്കൂളിലുണ്ടായിരുന്ന 5ഓളം വരുന്ന വിദ്യാർത്ഥികളും മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുകയാണ്. പടച്ച റബ്ബേ, എത്ര വലിയ ദുരന്തം! വാക്കുകളെ കൊണ്ട് നമുക്കിതിനെ ഒരിക്കലും തന്നെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയൂല. ഹൃദയം നടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകുന്നത്. നമുക്കൊക്കെ അറിയാം എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാനത്തിൻ്റെ സർവീസുകളെക്കുറിച്ചൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ഇതിൻ്റെ മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് പലരും കരുതിയിട്ടില്ല. ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ ഇത്രയും വലിയ ഒരു ദുരന്തം അവരെടുത്ത് വന്ന വലിയ ഒരു വീഴ്ചയുടെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ. കാരണം പൊലിഞ്ഞു പോയത് 241 ജീവനുകളാണ്. പടച്ച റബ്ബേ, ആ കുടുംബത്തിന്, ആ ഒരു വ്യക്തികൾക്ക് അവരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിയോ? എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫ്ലൈറ്റിൻ്റെ ഒക്കെ ടിക്കറ്റുകളുടെ വിലയെന്ന് പറയുന്നത് സാധാരണയുള്ള ആളുകൾക്ക് പോലും താങ്ങാനും അത് ഉൾക്കൊള്ളാനും കഴിയുന്നതിൻ്റെ അപ്പുറമാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതുപോലും മുടക്കിയിട്ട് അതിനുള്ള എല്ലാ വഴികളും കണ്ടെത്തിയിട്ട് ആളുകൾ വിമാനം കയറുന്നത് വിമാനത്തിലിരിക്കാനുള്ള പൂതി കൊണ്ടോ ആഗ്രഹം കൊണ്ടോ അല്ല, മറിച്ച് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഈ നാട്ടിൽ നിന്നാൽ കഴിയൂല എന്നോർത്തിട്ടാണ്. അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള ഏക വഴി എന്ന് പറയുന്നത് വിമാന സർവീസുകളാണ്. ആ സർവീസുകൾ ഇത്തരം അലസമായ രൂപത്തിലാക്കി കഴിഞ്ഞാൽ എന്തോ ഒരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. എത്ര ജീവനുകൾ ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല ഈ ഒരു വാർത്ത. അത്രമേൽ വലിയ വേദനാജനകമാണ്. ഇനി നിങ്ങൾ നോക്ക്, ഈ ഒരു കേസും മറ്റുമൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ തന്നെയാകും ഇനി അങ്ങോട്ടുള്ള സർവീസുകളുമൊക്കെ. ഇതൊരു വലിയ ദുരന്തമായി മുന്നിൽ കാണുമ്പോൾ ചിലപ്പോൾ ഇതിനെ കുറച്ച് ദിവസം വലിയ ഗൗരവമായിട്ട് നമ്മൾ കാണും. പിന്നെ എല്ലാവരും മറക്കും, എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്യും. ഇവിടെ നഷ്ടം വന്നത് കുറച്ച് മുമ്പ് വാവിട്ട് കരഞ്ഞ ആ ഒരു പൊന്നുമോളടക്കമുള്ള ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ട അത്രയും ആളുകളുടെ കുടുംബങ്ങൾക്ക് മാത്രമാണ്. ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവുണ്ടാകും, ഭർത്താവിന് നഷ്ടപ്പെട്ട ഭാര്യയുണ്ടാകും, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ടാകും, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കളുണ്ടാകും. ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിലും ഇനിയെങ്കിലും വിമാനം പോലെയുള്ള സർവീസുകൾ നല്ല രൂപത്തിൽ എല്ലാവിധ സുരക്ഷകളും പാലിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് നയിക്കണമെന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. ആ മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.